ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വന്നത് ഒരിക്കലും നിരാശപ്പെടാനല്ല. നമ്മുടെ വിഷയങ്ങൾക്ക് വലിയ മറുപടികൾ, വലിയത് കർത്താവ് നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ചെറുതൊന്നും നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, കാരണം നമ്മുടെ ദൈവം വലിയവനാണ്. ഹല്ലേലൂയ. ചിലരൊക്കെ ചിന്തിക്കും, നാളത്തെ എന്നാ പറയുക, ലോൺ അടയ്ക്കാനുള്ള കാശ് കർത്താവ് ഈ ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ നാളത്തെ അന്നത്തിൻ്റെ വക, അത് നമ്മുടെ ചിന്തയ്ക്കകത്ത് ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. ആമേൻ. പക്ഷെ കർത്താവ് വലിയവനായതുകൊണ്ട് വലിയത് പ്രതീക്ഷിക്കുന്നേ. ആമേൻ. നമ്മൾ നല്ലത് പ്രതീക്ഷിക്കാനാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കുവാണെങ്കിൽ കർത്താവ് നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്ന ദൈവം അല്ല. വിശ്വസിക്കുന്നവരുടെ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ആമേൻ, പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പിന്നെയോ ആമേൻ, അതതുപോലെ നിവർത്തിപ്പാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമത്രേ. വിശ്വസിക്കുന്നവരെ കരങ്ങളെ അടിച്ച ദൈവത്തിനൊരു മഹത്വം കൊടുക്കട്ടെ. വൈശസ് പ്രൗഢി ബിരികടക രക്ഷസ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് നിങ്ങളോട് പറയുവാണ്, ആമേൻ, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ വായിച്ച എനിക്ക് ദൈവം തന്നൊരു ചെറിയ ഭാഗം പറഞ്ഞ് ഞാൻ തുടർന്ന് ബേസിസ് ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരട്ടെ. ലൂക്കോസ് 16 അതിൻ്റെ 16 വാക്യം ഒരാൾക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാവോ? ലൂക്കോസ് 16 അതിൻ്റെ 16 വാക്യം. ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും ബലാത്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തിൻ്റെ ലാസ്റ്റ് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ്, എല്ലാവരും ബലാത്കാരേണ അതിൽ കടക്കാൻ നോക്കുന്നു. ശ്രദ്ധിക്കണം. ആമേൻ. ഒരു ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. ആ ഭാഗത്തിനകത്തുനിന്ന് കർത്താവ് നൽകുന്ന ഈ ഒരു സന്ദേശം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്തോട്ടൊന്ന് കയറിയാൽ വന്നതുപോലെ പോകത്തില്ല. എനിക്കറിയാം, ചില വലിയത് പ്രാപിച്ചുകൊണ്ട് ഇവിടുന്ന് മടങ്ങും. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം ഏതുവരെ ആയിരുന്നു? യോഹന്നാൻ വരെ. ഏത് യോഹന്നാൻ? സ്നാപക യോഹന്നാൻ വരെ. അത് കഴിഞ്ഞിട്ടൊരു കാലം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവരുടെ പ്രസംഗത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കാൻ. അന്ന് പറഞ്ഞൊരു കാലമുണ്ട്, കാലം തികഞ്ഞു. ഏത് കാലം? ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം തികഞ്ഞു. അടുത്തെന്താ പറഞ്ഞ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ വാക്യത്തിനകത്തും ഈ വാക്യത്തിനകത്തും നമ്മൾ കണ്ടൊരു കിങ്ഡമുണ്ട്, അത് ദൈവരാജ്യമാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയും, കർത്താവിൻ്റെ രാജ്യം, യെസ്, പരിശുദ്ധാത്മാവിൻ്റെ രാജ്യം. ആ രാജ്യം നമ്മുടെ അടുക്കൽ സമീപിച്ചിരിക്കുമ്പോൾ പുതിയ നിയമത്തിനകത്ത് ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ആ രാജ്യത്തിനകത്ത് ബലാത്കാരേണ അറിയുന്നവർ കയറുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളോട് ഈ ബുധനാഴ്ചയുടെ പകലിലും ഞാൻ പറയാം, അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ട് ചാടി കയറിയാൽ ഇന്ന് പകൽ നിന്റെ അനുഭവങ്ങൾക്ക് മാറ്റം വരാൻ പോവുകയാണ്. ഇന്നലെ കണ്ട അനുഭവങ്ങളല്ല അതിൻ്റെ അകത്ത്. നീ കാണുന്ന അതോറിറ്റി അല്ല, ഇതുവരെ നീ കണ്ട ആമേൻ സൗഖ്യങ്ങളോ വിടുതലുകളോ അല്ല. അതിനകത്തുള്ള അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ദൈവരാജ്യത്തെ അനുഭവങ്ങളെ അറിയുന്നവർ അതിനകത്തോട്ടൊന്ന് ചാടി കയറിയാൽ വൈശസ് പ്രൗഢി ബിരി ഘടക രക്ഷസ് കമന ഘടക ശന്തൽ കമന ഘടക സേ ഹല്ലേലൂയ. അല്ലേ? കിങ്ഡം ഓഫ് ഗാഡ് ഇറ്റ് ഈസ് ദൈവത്തിൻ്റെ രാജ്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ രാജ്യം, ആമേൻ, കർത്താവിൻ്റെ അതോറിറ്റിയുടെ രാജ്യം. അതിനകത്ത് സാത്താന് പ്രവേശനമില്ല, അതിനകത്ത് പൈശാചികൻ ആധിപത്യങ്ങളില്ല, അതിനകത്ത് പൈശാചികന് മറ്റൊന്നുമില്ല. ഇന്നൊരു പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവരാജ്യത്തിൻ്റെ അകത്തോട്ട് ചാടിക്കയറിയാൽ നിശ്ചയമായിട്ട് ഞാൻ പറയാം, അതിനകത്ത് അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ പാർക്കുന്നത് ഇന്ത്യക്കകത്ത്, അല്ലേ? ഇന്ത്യക്കകത്ത്. ആമേൻ. ഇവിടുത്തെ കുരുമുളക് തോട്ടത്തിലും ഇവിടുത്തെ ഏലത്തോട്ടത്തിലൊക്കെ നിങ്ങൾ പണിയെടുത്ത്, അല്ലെങ്കിൽ ഇവിടുത്തെ ചെറിയ ചെറിയ ബിസിനസ്സിലൊക്കെ നിങ്ങൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കുക, അമേരിക്കയിൽ പോകാൻ താല്പര്യമുണ്ടോ? ഇല്ലേ? ഉണ്ട്. ആമേൻ.
നമ്മുടെ മനസ്സിനകത്തൊക്കെ ഒരു ആഗ്രഹമുണ്ട്, ഇല്ലേ ബ്രദറെ? ഉണ്ട്. അമേരിക്കയിലോട്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഏതെങ്കിലും നമ്പർ 1 കൺട്രീസിലൊക്കെ നമുക്ക് പോകാനൊരവസരം കിട്ടിയാൽ നിങ്ങളാരും മിണ്ടാതിരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ, അല്ലേ? നിങ്ങളാരും ഈ ഇടുക്കിക്കകത്ത് ഇവിടെ കിടന്ന് ഈ ഏലത്തോട്ടത്തിനകത്ത് പിന്നെ ഇങ്ങനെയുള്ള ഈ പ്രശ്നത്തോട്ടത്തിനകത്ത് കിടന്ന് പണിയെടുക്കാൻ മടിച്ചിട്ട് നല്ലൊരു ഐസൊക്കെ പെയ്യുന്ന അല്ലെങ്കിൽ മഞ്ഞൊക്കെ വീഴുന്ന നല്ല സ്ഥലത്തോട്ട് വല്ല കാലിഫോർണിയയിലോ അതുപോലെ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് നിങ്ങളിങ്ങോട്ട് വിളിച്ചാൽ ഒരു ക്ഷണം കിട്ടിയാൽ നിങ്ങൾ വിചാരിക്കും, ഓഹോ ദൈവം അത്ഭുതം ചെയ്തു, ഞങ്ങൾ റെഡിയാന്ന് പറയും. ഹല്ലേലൂയ. കാര്യം എന്നാ, ഇവിടുത്തെ പോലല്ല അവിടെ, ഇവിടുത്തെ പോലല്ല അവിടെ. ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റും. അവിടെയും പണി ചെയ്യണമായിരിക്കും, പക്ഷെ അതൊക്കെ നല്ല സ്റ്റാൻഡേർഡായിട്ട് എന്തെങ്കിലും ജോലിയുടെ അവിടെ കിട്ടും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടുത്തെ കാശിന് പോലെയല്ല അവിടുത്തെ സമ്പത്ത്, ഇവിടുത്തെ നന്മ പോലല്ല അവിടുത്തെ നന്മ. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വേറെയാ. അവസരം കിട്ടിയ ഞാൻ നിങ്ങളോട് പറയാം, നമ്മളും ചാടിക്കേറി ഇവിടെ അമേരിക്കയിലോട്ട്. കാരണം അവിടുത്തെ തലം വേറെയാ, അവിടുത്തെ അനുഭവം വേറെയാ. പ്രവാചകന്മാരുടെ ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടത്തിൽ കിടന്ന ഒരു സമൂഹം പറയുക, അടുത്തൊരു രാജ്യം വെളിപ്പെടാൻ പോകുകയാ. അതിൻ്റെ അതോറിറ്റി വേറെയാ, അതിൻ്റെ അനുഭവം വേറെയാ. അതിനകത്തോട്ട് ചാടി കയറുന്നവൻ ഇന്ന് പരിശുദ്ധാത്മാവരുടെയൊക്കെ പറയുന്നു, അതിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായി ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ, ഇന്ന് പകൽ അതിനകത്ത് നിന്റെ സൗഖ്യമുണ്ട്, നിന്റെ ആരോഗ്യമുണ്ട്, നിന്റെ വിടുതലുണ്ട്, നിന്റെ നന്മയുണ്ട്, നിന്റെ സന്തോഷം അതിന് ദൈവരാജ്യത്തിന്റെ അകത്തുണ്ട്. അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചാടി കയറി ഇങ്ങോട്ട് പോകാനുള്ള കാര്യം എന്നാ? അവിടെ സന്തോഷമാണ്, നല്ല സമൃദ്ധി ഉണ്ടെന്ന് നമുക്കൊരു തോന്നലുണ്ട്. പിന്നെ വലിയ രാജ്യമാണ്, പെട്ടെന്ന് വലിയ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് വരത്തില്ല എന്നൊക്കെ ഒരു ധാരണ നമ്മുടെ അകത്തുണ്ട്. സമ്പന്ന രാഷ്ട്രമാണ്, എല്ലാവരെയും സഹായിക്കുന്നു, അല്ലേ, വലിയ ആൾക്കാരാ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധാരണകൾ. പിന്നെ ഇതുപോലെ കിടന്ന് വെയിൽ കൊണ്ട് ചൂടടിക്കേണ്ട, അവർ ചൂടുകൊള്ളാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ തണുപ്പ് കൊള്ളാൻ അങ്ങോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയുള്ള നല്ല കുറേ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിനകത്ത് കിടക്കും. നമ്മൾ പറയും, കിട്ടിയാൽ കുഴപ്പമില്ല, നമ്മൾ അമേരിക്കയിൽ കയറാൻ തയ്യാറാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ചുമ്മാ കയറാൻ പറ്റത്തില്ല, കുറച്ച് പണിപ്പെട്ടാലേ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അല്ലേ? വിസ വേണം, അതിനുള്ള ഇൻ്റർവ്യൂസ് പാസ്സാകണം. ഇങ്ങനെ കുറേ പ്രൊസീജിയറൊക്കെ നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ദൈവരാജ്യത്തിൽ കയറാനും അങ്ങനെ തന്നെ ചില പ്രൊസീജിയറുണ്ട്. ഞാൻ ഇപ്പോൾ അത് പറയുന്നില്ല. ആ പ്രൊസീജിയറൊക്കെ പറഞ്ഞു പണ്ട് നിക്കോദോമസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അങ്ങോട്ട് പോകാൻ ഞാൻ എന്നാ ചെയ്യണം? കർത്താവ് പറഞ്ഞു, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ അങ്ങോട്ട് കയറാൻ കഴിയത്തില്ല. ഒറ്റ വാക്കി ഞാൻ പറയാം, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല. ഈ പ്രൊസീജിയർ കഴിയാത്ത ദൈവരാജ്യത്തിൽ കയറാൻ ആർക്കും പറ്റത്തില്ല. മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ഈ പ്രൊസീജിയർ അനുസരിച്ച് അകത്തോട്ട് കയറിയാൽ പരിശുദ്ധാത്മാവൻ പറയാനുണ്ട്, ആ രാജ്യത്ത് ചെന്നാൽ നിന്റെ അവസ്ഥ മാറാൻ പോവുക. ഇന്ത്യക്കകത്ത് നമ്മൾ കിടക്കുമ്പോൾ ഇവിടുത്തെ ഭരണഘടനയും ഇവിടുത്തെ അതോറിറ്റിയുമാണ് നിന്നെ ഭരിക്കുന്നതെങ്കിലും നിന്നെ നിയന്ത്രിക്കുന്നതെങ്കിൽ, നീ ഇവിടം വിട്ട് അമേരിക്കയിലോട്ട് കാല് വെച്ചാൽ ഇവിടത്തേതൊന്നും അല്ല നിന്നെ ഭരിക്കുന്നത്. ഇവിടത്തേതൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ വെള്ളത്തിന് പൈസ അടച്ചോ, കറണ്ടിന് ബില്ല് അടച്ചോ, ഇല്ലെങ്കിൽ കറണ്ട് കട്ട് ചെയ്യുന്ന പോകാൻ പറ. നമ്മളിപ്പോൾ ഇവിടത്തേതല്ല, നമ്മളിപ്പോൾ അവിടെയായി മാറി. എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇവിടുത്തെ അതോറിറ്റി, ഇവിടെ അത് ചെയ്തില്ല, ഇവിടെ ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ ആരും പിടിക്കേണ്ട. കാരണം നീ അമേരിക്കയിലോട്ട് പോയി കഴിഞ്ഞാൽ, അവിടുത്തെ സിറ്റിസൺഷിപ്പിലോട്ട് നീ കയറി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇവിടുത്തെ നിയമമല്ല, നിനക്ക് അവിടുത്തെ നിയമമാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയുക, ഒരുപക്ഷെ ഇതിനകത്തിരിക്കുന്ന നിന്റെ ജീവിതത്തെ നോക്കി ദൈവാത്മാവ് പറയുന്നു, ദൈവരാജ്യത്തിനകത്തോട്ട് കാല് വെച്ചാൽ ലോകത്തിന്റെ അധികാരങ്ങൾ, ലോകത്തിന്റെ ആ ശക്തികളും നിന്നെ തൊടത്തില്ല. നീ കാൽ വെച്ച ദൈവരാജ്യത്തിന്റെ പവർ, എന്തെന്ന ഈ ദിവസങ്ങളിൽ അതിന്റെ സിറ്റിസൺഷിപ്പ് അനുഭവിക്കുന്ന ദൈവ മക്കൾ തിരിച്ചറിയാൻ പോവുക. Now you receive the power of Holy Spirit. അതിനകത്ത് മഹത്വമുണ്ട്, അതിനകത്ത് ശക്തിയുണ്ട്. ദൈവരാജ്യത്തിന്റെ പവർ എന്നതാണ് അകത്ത് കയറുന്നവൻ മനസ്സിലാക്കും.
ദൈവരാജ്യത്തിൻ്റെ പവർ എന്നെ അകത്ത് കയറിയാലേ മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഈ പവർ കർത്താവ് ഒരിക്കലും ഇങ്ങനെ വെളിപ്പെടുത്തി. എന്നെ വെളിപ്പെടുത്തിയെന്ന് അറിയാമോ? ദൈവരാജ്യത്തിൻ്റെ പവർ എന്താ ഏതാ എന്നൊക്കെ ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇതൊരു മൂവിങ് കിങ്ഡമാണ്, ഇതൊരു മൂവിങ് കിങ്ഡമാണ്, ഇത് ചലിക്കുന്നൊരു രാജ്യമാണ് ദൈവരാജ്യം. എൻ്റെ ഭാഷയിൽ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. കാരണം മർക്കോസിൽ പറഞ്ഞതാ, ദൈവരാജ്യം കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് ദ മൂവിങ് കിങ്ഡം. ഹല്ലേലൂയ. അത് വന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. അന്നേരം യഹൂദന്മാർ ഈശോയോട് ചോദിച്ചു, എപ്പോ വരും? അതിൻ്റെ അർത്ഥം ഇതുവരെ വന്നിട്ടില്ലല്ലോ, വരുന്നത് എപ്പോൾ? ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം ആമേൻ അത് വരാൻ പോവുകയാണ്. അതിൻ്റെ അർത്ഥം അത് മൂവബിൾ ആണ്. ഹല്ലേലൂയ. ഇന്ത്യക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തന്നെയായിരുന്നു ഇടുക്കി ഇരുന്നത്. ഹല്ലേലൂയ. ഇനി 2000 വർഷം കഴിഞ്ഞാലും ഇടുക്കിക്ക് മാറ്റം വരത്തില്ല, ഇടുക്കി ഇത് തന്നെയായിരിക്കും. പക്ഷെ ദൈവരാജ്യം അങ്ങനല്ല. ദാറ്റ് ഈസ് മൂവബിൾ. ആകാശം മാറും, ഭൂമി മാറും, പക്ഷെ ഇത് കർത്താവിന്റെ അടുക്കലോട്ട് പൊങ്ങുന്ന, ദൈവത്തോട് ചേരുന്ന എത്ര പേർക്ക് അത് പിടികിട്ടി? ആകാശം മാറും, ഭൂമി മാറും, പക്ഷേ ഇറ്റ് ഈസ് എ മൂവിങ് കിങ്ഡം. ദാറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇത് ദൈവത്തോട് ചേരുന്ന ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, ഇറ്റ് ഈസ് എ മൂവിങ് കിങ്ഡം. ഇറ്റ് ഈസ് എ മൂവിങ് കിങ്ഡം. ആമേൻ. ആ ദൈവത്തിന്റെ രാജ്യം അത് ചലിക്കും. ഇവിടെ നിങ്ങൾ ചിന്തിക്കരുത് ഇതിന്റെ അടിത്തറ ഈ മണ്ണിലാന്ന്. നിങ്ങൾ ചിന്തിക്കരുത് ഇതിന്റെ അടിത്തറ ഈ പ്രകൃതിയിലാന്ന്. ഇല്ലെന്ന്. ഇത് നിങ്ങളുടെ ഇടയിലുണ്ട്. റോമലേഖനം 14:17 ഇങ്ങനെ പഠിപ്പിക്കുന്നു, ദൈവരാജ്യം എന്ന് പറയുന്നത് ആത്മാവിൽ സന്തോഷമാണ്. അത് പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. അത് ഭക്ഷണമല്ല, പാനീയമല്ല, ഇവിടുത്തെ ബിൽഡിംഗ് അല്ല, ഇവിടുത്തെ ഒന്നുമല്ല. അത് പരിശുദ്ധാത്മാവിൽ. അത് അറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഇന്ന് പകൽ ആ ദൈവരാജ്യത്തിന്റെ അതോറിറ്റി ആത്മമണ്ഡലത്തിൽ തിരിച്ചറിയുന്ന ചിലര് ആത്മസാന്നിധ്യം ഇന്ന് പകൽ ജീവിതങ്ങളെ തൊടട്ടെ. Now you receive the power. Yes. Hallelujah. അതിനകത്തോട്ടൊന്ന് കീറുമ്പോഴാണ് അതിൻ്റെ പവർ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ഇന്ത്യയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയിലോട്ട് പോകുമ്പോൾ അവിടുത്തെ കണ്ടീഷനൊക്കെ വേറെയാ, അവിടുത്തെ ഭരണം വേറെയാ, അവിടുത്തെ അതോറിറ്റി വേറെയാ, അവിടുത്തെ രീതി വേറെയാണ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിനകത്തോട്ട് കയറി നോക്കുക, അവിടുത്തെ അതോറിറ്റി വേറെയാ. ഇവിടുത്തെ അതോറിറ്റി നമ്മളെയൊക്കെ വിരട്ടുന്നതാണെങ്കിൽ, ഇവിടുത്തെ അതോറിറ്റി നമ്മളൊക്കെ അടിച്ചമർത്തുമെങ്കിൽ, ഇവിടുത്തെ അതോറിറ്റി നമ്മളൊക്കെ ഒരുപക്ഷെ ഭയപ്പെടുത്തുമെങ്കിൽ, ദൈവരാജ്യത്തിനകത്തോട്ട് കയറി നോക്കണം. ദൈവത്തിന്റെ അതോറിറ്റിയുടെ പ്രത്യേകത, ഇന്നലെ വരെ നിന്നെ അടിച്ചൊതുക്കിയ, നിന്നെ അടിച്ചമർത്തിയ ചില മന്ത്രവാദങ്ങള്, ആഭിചാരങ്ങള്, പൈശാചിക സ്പിരിറ്റുകള് ആ രാജ്യത്തിന്റെ അകത്തോട്ട് നീ കാലി വയ്ക്കുമ്പോൾ നിന്നെ കണ്ട് ഭയക്കുന്ന എന്ന് പകൽ തിരിച്ചറിഞ്ഞോ, ഈ ദൈവരാജ്യത്തിന്റെ അതോറിറ്റി വിശ്വസിക്കുന്നവന്റെ മേൽ ഈ പകലിത് വെളിപ്പെടാൻ പോകുകയാ. ഈ പകലിത് വെളിപ്പെടാൻ പോകുകയാ. ഈ പകലിത് വെളിപ്പെടാൻ പോകുകയാ. ഈ പകലിത് വെളിപ്പെടാൻ പോകുകയാ. റീബല ശാന്തന റീഗ ശമന ഘടക ശൈലി വിധി ഘടകസേ യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിടിയിടുന്നുണ്ടോ നിങ്ങൾക്ക്? കർത്താവ് ഇന്ന് പകൽ നിങ്ങളോട് പറയുക, അതിൻ്റെ അതോറിറ്റി വേറെയാ. ഇത്രോ കാലം ഇവിടെ കിടന്നപ്പോൾ നിന്നെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും ദണ്ണിപ്പിച്ചും രോഗിയാക്കിയും പല പ്രശ്നങ്ങളിലും നിന്നെ കുടുക്കിയെങ്കിൽ, ദൈവരാജ്യത്തിനകത്ത് നീ ബലാത്കാരനെ ചാടിക്കേറുന്ന എന്തിനെന്നറിയാമോ? അതിനകത്ത് കയറിയ നിന്നെ പേടിപ്പിച്ചവൾ, നിന്നെ ഭയപ്പെടുത്തിയവൾ ആ ദിവസം മുതൽ നിന്റെ മുൻപിൽ ഭയം നോടുന്നത്. ആ ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടുക. സ്വീകരിച്ചോ മഹത്വത്തിന്റെ ശക്തി. ആരുടെക്ക് പല ദൈവാത്മാവ് ഇറങ്ങി വരിക. അസാധാരണമായ ദൈവശക്തി. ഒരു അതോറിറ്റി വെളിപ്പെടുന്നു സിസ്റ്റർ, ഒരു അതോറിറ്റി വെളിപ്പെടുന്നു ബ്രദർ. ഇന്ന് പകം നിന്റെ മേലെ മഹത്വത്തെ സാധാന്യ ആധിപത്യങ്ങൾക്ക് പിടിച്ചൊതുക്കാൻ കഴിയാത്ത ഒരു ദൈവരാജ്യത്തിന്റെ വ്യാപ്തി
സാധാന്യ മണ്ഡലങ്ങൾക്കോ ഭൂമിയുടെ അതോറിറ്റികൾക്കോ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു ദൈവരാജ്യത്തിന്റെ വലിപ്പം ഈ ദേശത്തും ചിലർ അനുഭവിക്കാൻ പോകുക. വിശ്വസിക്കുന്നവരോട് എനിക്ക് സംസാരിക്കാനുള്ളത്, ആമേൻ, കേരളത്തിനോ ഇന്ത്യക്കോ ഭൂഖണ്ഡങ്ങൾക്കോ പിടിച്ചു നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി കൊലക്കളത്തിൽ 3 ആണിമേൽ തൂക്കിയപ്പോൾ അതിന്റെ അടിത്തറ കൊണ്ട് അവിടെ ഒതുങ്ങിയേനെ. പക്ഷെ ഇന്ന് പകലിൽ എനിക്ക് വിളിച്ചു പറയാൻ കഴിയും, ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട ദൈവരാജ്യം, ആമേൻ, അത് ഒതുക്കാൻ ഈ കാലത്താർക്കും കഴിഞ്ഞിട്ടുമില്ല. ഇനി എത്ര സഹസ്രാബ്ദങ്ങൾ ഭൂമിയിൽ വന്നാൽ, ആമേൻ, ഈ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുന്നു. ഇന്ന് പകൽ കയറാൻ കഴിയുന്നവർ ബലാത്കാരേണ അതിനകത്തോട്ട് കയറിയ Rakshas Praudi Biri Gadaga, Rakshas Kamana Gadagase, Andal Kamana Gadaga, Shandara Dhiarabalaba Seke. Mighty, mighty, mighty name of Jesus. Riba Lahama Sekenia. Harekanok Devatmava. Shatiyoda Barivana. Even the Prasna Manipavikuno. Even the Butibut Anipavikuno. Even the Paladin Payakuno. Rogangala Payakuno. Pishadina Payakuno. Mandravada Payakuno. Habizarangala Payakuno. Pacha Chadi. Devarajit Nagatot and Kairanika. Amer. Adam Ninne Payakamboa. Adam Ninne. Oh. ഇത് വിശ്വസിക്കുന്നവരുടെ ദൈവാത്മാ പറയുന്നു, അത് നിന്നെ നിന്നെ തൊടുന്നു 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 തീ തൊടുക തീ തൊടുക. അഭിഷേകം ചില ശരീരങ്ങളുടെ മേൽ ഒരു അഗ്നി പോലെ ദൈവരാജ്യത്തിന്റെ പവർ നിന്റെ മേൽ വ്യാപരിക്കുന്നു, നിന്റെ മേൽ വ്യാപരിക്കുന്നു, നിന്റെ മേൽ വ്യാപരിക്കുന്നു. റിസീവ് ദ ഫയർ. റബാഷതറകബഷി Riba Laka Maseke Riantana Riba Shamana Gadaga Shidi Biri Gadagasi at the Nintabel Velipadan Bogaya Vishwasikin Noverdamel Viavarikan Bogaya. Hallelujah. കാഴ്ചയ്ക്ക് നിന്റെ മുമ്പിലും പുറകിലും രാജ്യമോ കസേരയോ ചെയറോ ടേബിളൊന്നും കാണത്തില്ല. പക്ഷെ നീ ആത്മമണ്ഡലത്തിൽ ദൈവരാജ്യത്തിനകത്ത് കാലുവെച്ചാൽ ദൈവരാജ്യത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങും. ഇന്നൊരു ദൂത് കൂടെ ഞാൻ പറഞ്ഞ അടുത്ത് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, നീ ദൈവരാജ്യത്തിന്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, ദൈവരാജ്യത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിൽ വെളിപ്പെടും. നീ ഏത് സ്ഥലത്ത് കാലുവെക്കുന്നു അവിടെ കിടക്കുന്ന ദുർഭൂത മണ്ഡലങ്ങൾ, അവിടെ കിടക്കുന്ന അശുദ്ധ വ്യാപാരങ്ങൾക്ക് അവിടെ ഇരിക്കാൻ കഴിയത്തില്ല. ഇതാ ദൈവരാജ്യത്തിന്റെ പവർ. ഓഹോ യേശുവേ, ഓഹോ. ഇന്ന് കരുത്തുറ്റ അഭിഷേകമുള്ള ദൈവജനം പുറത്തു വരും. കരുത്തുറ്റ ദൈവശക്തിയുള്ളവർ പുറത്തു വരും. ആത്മാവാരുടെ പറയുക, ഇടുക്കി മണ്ണിനകത്ത്, രാജാക്കാട് പട്ടണത്തിനകത്ത് ദേശം ഭയക്കുന്ന, മന്ത്രവാദങ്ങൾ ഭയക്കുന്ന, ദേശാധിപതി ശക്തികൾ ഭയക്കുന്ന ദൈവരാജ്യത്തിന്റെ കരുത്തുള്ള ഒരു തലമുറ തൊടുന്നു. ഞാൻ പറയുമ്പോൾ തന്നെ ദൈവരാജ്യത്തിന്റെ ശക്തി ചില ശരീരങ്ങളിലേക്ക് സ്വർഗം പകരുന്നു. തൊടുക 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 തൊടുക. ആരുടെക്കുമല്ല മഹത്വം വെളിപ്പെടുന്നു, മഹത്വം വെളിപ്പെടുന്നു, മഹത്വം വെളിപ്പെടുന്നു. ശക്തി തൊടുന്നു, ശക്തി തൊടുന്നു. Now you receive, brother. Receive, receive, receive. Now you receive. Now you receive. Now you receive. Now you receive. Oh Rabba Sheke. Riba la Kamase. Now you receive. ദൈവരാജ്യത്തിന്റെ ശക്തി. Wow, wow, wow. Receive the power. Wow, wow. Oh Rabba Shekeria. Regal Kamanagadegos. Oh, power. Oh, തൊടുന്നു. Oh. മകത്വം തൊടുന്നു ബ്രദർ. ദൈവരാജ്യത്തിന്റെ പവർ ഈ പകൽ. യെസ്. ശക്തി തൊടുക. അസാധാരണമായ മകത്വം. Oh, the power of Holy Spirit. Oh, Rakaba Sheke. Yes, the power. Rajo. മകത്വം തൊടുന്നു. Oh, fire. Power. Rabba Shadrakabase. Regal Kamanagadagas. കരുത്തുറ്റ അഭിഷേകമായി ഈ ദിവസങ്ങൾ പുറത്തു വരട്ടെ. രക്ഷസ് കമനഘടക വൈഡൽ പ്രൗഢി വിരിഘടക അന്തൽ കമനഘടക ഷൈഡൽ പ്രൗഢി വിരിഘടകസ് യേശുവിന്റെ നാമത്തിൽ. ഓ കടല ഒരഗ്നി
അഗ്നിയായി. വാ 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 ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ബലാൽക്കാരൻ അകത്തോട്ട് കയറിയ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഇന്നലെ നിന്നെ പേടിപ്പിച്ച സാത്താൻ ഇനി വഴി നിൽക്കത്തില്ല. ഇതല്ല നിന്നെ പേടിപ്പിച്ച ശക്തി ഇനി വഴി കാണത്തില്ല. കാരണം നിന്നെ കാണുമ്പോഴേ മനസ്സിലാകും, നീ ആള് വേറെയാ, നീ ആള് വേറെയാ. ഓ, നീ ആള് വേറെയാ. വിശ്വസിക്കുന്നവര് പ്രാപിച്ചോ, നീ ആള് വേറെയാ. ആൾ മാറുന്നു, ആൾ മാറുന്നു. Touch holy power, touch the power. Oh, sharatara pase harra thaudamanagadaga rakshaskamanagadaga shandarathiya rabalkamanagadagusi. നീ ആൾ മാറുന്നു. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്ക് ഞാനിപ്പോൾ ഓർക്കുക. ഒന്നും അറിഞ്ഞുകൂടാതെ എവിടെ ഒരു പാപം കിടന്ന ആ മനുഷ്യൻ കഴുതി അന്വേഷിച്ച് പുള്ളിയുടെ അടുത്ത് പോയതാ. ഒറ്റ യാത്ര, ഒറ്റ പോക്ക്. പക്ഷെ തിരിച്ചു വന്നപ്പോ പുള്ളിക്കൊരു സാക്ഷ്യം ബൈബിളിൽ ഇങ്ങനെ കൊടുത്തുന്നു, അവൻ ആൾ മാറിയവനെ പോലെ. ഇന്ന് ഇതിനകത്ത് വന്ന് ആരുടെക്ക് ദൈവാത്മാവ് ദൂത് പറയുന്നു, ആൾ മാറി. ഓ, ഏറ്റെടുക്കാൻ പറ്റുന്നവർ ആ വാക്ക് ഏറ്റെടുത്തോ. ഇന്ന് ഞാൻ ആൾ മാറും, ആൾ മാറും, ആൾ മാറും. ആത്മമണ്ഡലത്തിൽ ചേഞ്ച്. ഓ, ആത്മതലങ്ങളിൽ ഇന്ന് പകൽ ചില വ്യതിയാനങ്ങളെ പരിശുദ്ധാത്മാവ് വരുത്തുന്നു. Come on, now receive the power of Holy Spirit. Holy Spirit, hallelujah. തിരിച്ചു പോകുമ്പോൾ ആള് മാറും. അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറ, തിരിച്ചു പോകുമ്പോൾ ആള് മാറിപ്പോണം, ആള് മാറിപ്പോണം. ഇത് ആത്മതലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആൾ മാറും, ആൾ മാറും. ആത്മാവിൻ്റെ തലം നിങ്ങളെ മാറ്റും. എവിടെ കിടന്ന ശൗലിനെ കുറിച്ച് ഒരു സാക്ഷ്യം ബൈബിൾ കൊടുത്തിരിക്കുന്നു, അവൻ ആൾ മാറിയവനെ പോലെ. തിരിച്ചു ചെന്നപ്പോൾ അപ്പന് മനസ്സിലായി ആള് മാറി, അമ്മയ്ക്ക് മനസ്സിലായി ആള് മാറി, ദേശക്കാർക്ക് മനസ്സിലായി ആള് മാറി, പട്ടണക്കാർക്ക് മനസ്സിലായി ആള് മാറി. ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു ചെല്ലുന്നത് ആത്മാവ് നിന്നോട് പറയുന്നു, സമൂഹം കാണെ ഒരു മാറ്റം പരിശുദ്ധാത്മാവ് നിന്നിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത്. ചുമ്മാതല്ല പറഞ്ഞ ബലാൽക്കാരന അതിനകത്തോട്ട് വലിച്ചു കയറുന്നത്. ഇവിടെ കയറിയവൻ രക്ഷപ്പെടും. കയറാത്തവൻ ഇവിടെ കിടന്ന ആഭിചാരത്തിൻ്റെ ഇടയിലും മന്ത്രവാദങ്ങളുടെ ഇടയിലും പ്രാക്കുകളുടെ ഇടയിലും കിടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വയ്യം വിളിച്ചുകൊണ്ടിരിക്കുക. കയറിക്കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും. ഹല്ലേലൂയ. അതിന് ക്രിസ്ത്യാനിത്വം അല്ല പ്രധാനം. അതിന് ആത്മാവ് കൊണ്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് ആ രാജ്യത്തിൻ്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ തുടർന്ന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്.